ഹലോ ഫ്രണ്ട്സ്. ഇപ്പം നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പെന്നി സ്റ്റോക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ് ഉണ്ട്. അതിൽ ഏറ്റവും വില കുറഞ്ഞ എന്നാൽ ഒരു വാല്യൂ യൂഷ്വലി കമ്പാരിറ്റീവ്ലി വളരെ വാല്യൂ കുറഞ്ഞ തരത്തിലുള്ള സ്റ്റോക്സിനെയാണ് പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. നമ്മൾ റീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ വളരെ താല്പര്യമുള്ള അവരെ ഒരുപാട് പൈസ മുടക്കിയിട്ട് അവർക്ക് കുറേ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് പേർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ താല്പര്യമുള്ള അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത് ഭാവിയിൽ ഇത് അവർ വിചാരിക്കുന്ന പോലെ 1000% അല്ലെങ്കിൽ 10,000% ഒക്കെ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ലൈഫ് അവർക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇതിലൂടെ കിട്ടും എന്ന് കരുതിയിട്ട് ഒരുപാട് പേർ പെന്നി സ്റ്റോക്സ് വാങ്ങിക്കൂട്ടുന്നുണ്ട്. അവരുടെ ക്യാപിറ്റലിൻ്റെ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഉപയോഗിച്ചിട്ട്. നമ്മളിവിടെ പറയുന്നത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 2-3% വെച്ച് വാങ്ങുന്ന കാര്യമല്ല പറയുന്നത്. ഈവൻ 20-30 ഈവൻ 50% പോലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റീറ്റെയിലേഴ്സ്. കൃത്യമായിട്ടുള്ള നോളജ് പെന്നി സ്റ്റോക്കുകളെ പറ്റിയിട്ട് ഇല്ലാതെ. അപ്പം നമ്മളൊരു മാർക്കറ്റിൽ ഒരു കംപ്ലീറ്റ് ഒരു അവലോകനം എടുത്താൽ ഇപ്പം മാർക്കറ്റിൽ 100 പെന്നി സ്റ്റോക്സ് ഉണ്ടെന്ന് കരുതുക. 100 പെന്നി സ്റ്റോക്സിൽ തന്നെ 5-6 എണ്ണം മാത്രമേ നല്ല ശക്തമായിട്ടുള്ള ഒരു ബ്ലൂ ചിപ്പ് കമ്പനി ഭാവിയിൽ ഒരു 5-6 ഈവൻ 10 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ അതിൻ്റെ ക്യാഷ് ഫ്ലോസും മറ്റു കാര്യങ്ങളും മാനേജ്മെൻറ്റ് ശരിയല്ലാത്തതും പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൻ്റെ സ്റ്റോക്സിൻ്റെ വാല്യൂ ഇത്രയും ഡിപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ 10 രൂപയ്ക്ക് താഴെയുള്ള ഒരു സ്റ്റോക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. ബട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. 10 രൂപയ്ക്ക് താഴെയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 100 കോടിക്ക് താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്റ്റോക്സൊന്നും കൂടി നമ്മൾ അതിൻ്റെ കൂടി എടുത്ത് പറയണം. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്സിൻ്റെ വില ഇപ്പം ഒരു 10 അല്ലെങ്കിൽ 6 രൂപയൊക്കെ ആയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു സമയത്ത് പോലും അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 1 ഷെയർ, അപ്പം 1 ഷെയർ പ്രൈസ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അന്നേരം പോലും ഒരു 30,000 കോടിക്ക് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാരണവശാലും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 6 രൂപ എന്ന് കരുതിയത് കൊണ്ട് അതൊരു പെന്നി സ്റ്റോക്സ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നത്, അതായത് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കമ്പനിയുടെ കേവലം ഷെയർ പ്രൈസ് വെച്ചിട്ട് മാത്രം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടി നിങ്ങൾ പരിഗണിക്കണം. അപ്പം നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പോൾ മാർക്കറ്റിലും അതുപോലെ തന്നെ മണി കൺട്രോൾ പോലുള്ള വെബ്സൈറ്റിൽ, ഈവൻ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മളെ ഫോബ്സിൻ്റെ ലിസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻവിഡിയ എന്ന് പറയുന്നത് ഇപ്പം നമ്പർ 1 കമ്പനി ലിസ്റ്റിൽ നിൽക്കുകയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡിൽ വളരെ ശക്തമായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ, അതുപോലെ വളരെ ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിനെ കംപ്ലീറ്റ് ആയിട്ട് മറികടന്നുകൊണ്ട് ഇപ്പം കഴിഞ്ഞ 3 ദിവസം മുമ്പ് എൻവിഡിയ ആയിരുന്നു ടോപ്പ് നമ്പർ 1 കമ്പനി ഇൻ ദ വേൾഡ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.32 ട്രില്യൺ വരെ പോയി. അതിൻ്റെ ജസ്റ്റ് താഴെയായിരുന്നു മൈക്രോസോഫ്റ്റ്. 3.23 സംതിങ് ട്രില്യൺ ആയിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ. അത്രക്കും ശക്തിയുള്ള ഒരു ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച ഈ പർട്ടിക്കുലർ കമ്പനിക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ കമ്പനി സംക്ഷിപ്തമായിട്ടുള്ള നല്ല ശക്തമായിട്ടുള്ള നിക്ഷേപം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് പ്രൊജക്ടറി കണ്ടുകൊണ്ട് ഈ സാം ആൾട്ട്മാൻ എന്ന് പറയുന്ന ഇതിൻ്റെ CEO വളരെ ശക്തമായിട്ടൊരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കൊണ്ടുവന്നിട്ട് ഈ കമ്പനീനെ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് വളർത്തിയത് കൊണ്ടാണ് ഈ കമ്പനി ഇത്രയും സ്ട്രോങ് ആയത്. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്, നിങ്ങൾ 2019 ഇതിൻ്റെ ഷെയർ പ്രൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. $3 ആയിരുന്നു ഇതിൻ്റെ ഷെയർ പ്രൈസ്. പിന്നീട് അത് 2020 $4.5 ആയി. പിന്നീട് 2021 $10. ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് 2022 പോലും അതിൻ്റെ പ്രൈസ് $10 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 വർഷം മുമ്പ് നിങ്ങൾ ഈ കമ്പനിയിൽ ശക്തമായ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്യാമായിരുന്നു. ഇപ്പം നമ്മൾ $US അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് $10 താഴെയുള്ള ആ പ്രൈസിലുള്ള സ്റ്റോക്സ് ആണെങ്കിൽ അതിനെ പെന്നി സ്റ്റോക്സ് എന്ന് അവർ കമ്പാരിറ്റീവ്ലി കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഗതിയിൽ നോക്കുകയാണെങ്കിൽ എൻവിഡിയ കംപ്ലീറ്റ് ആയിട്ടും ഒരു പെന്നി സ്റ്റോക്സ് ആയിരുന്നു. അതിൻ്റെ വളർച്ച നിങ്ങൾ കണ്ടല്ലോ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളർച്ചയാണ് അതിന് പിന്നീട് ഉണ്ടായിട്ടുള്ളത്.
എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഫും ചാർട്ടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത്, അതിൻ്റെ ഒരു ചാർട്ടിൻ്റെ ഒരു വളർച്ച നിങ്ങൾക്ക് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാകും എന്തൊരു ശക്തമായിട്ടുള്ളൊരു കമ്പനിയാണെന്നുള്ളത്. ഓക്കെ, അതുപോലെ നമ്മൾ പറയുന്നത് ഇവിടെ വെച്ചാൽ നിങ്ങൾ ഒരു പെന്നി സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് നിങ്ങൾ അതിനെ ഡീപ്പായിട്ട് പഠിച്ചിട്ട് വേണം ഒരു പെന്നി സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെയുള്ള മൾട്ടി ബാഗർ ആയിട്ട് വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്പനി നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ശക്തമായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് സ്റ്റഡി ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 സ്റ്റോക്സിൽ നിന്ന് 1-2 സ്റ്റോക്സ് കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് പെന്നി സ്റ്റോക്സ്, എന്തുകൊണ്ടാണ് പെന്നി സ്റ്റോക്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്, അതുപോലെ തന്നെ പെന്നി സ്റ്റോക്സിനെ നിങ്ങൾ എന്താ പറയുക കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പാഠം കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. അതെന്ന് വെച്ചാൽ ഈ പെന്നി സ്റ്റോക്സിൽ മാത്രമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല മീൻസ് ഒരു 2%, 3% എബോവ് നിങ്ങളുടെ സിഗ്നിഫിക്കൻറ്റ് ക്യാപിറ്റലോ യാതൊരു കാരണവശാലും പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് പെന്നി സ്റ്റോക്സിലൂടെ നിങ്ങൾ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതും നിങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് കമ്പനീസിലൂടെ സിഗ്നിഫിക്കൻറ്റ് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അവിടെ നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് നോക്കിയിട്ട് മാറി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം അവിടെ നിങ്ങൾക്കൊരു 100 അല്ലെങ്കിൽ ഒരു 1000 രൂപയുടെ ഒരു ഷെയർ നിങ്ങൾ ഒരു 10 എണ്ണം വാങ്ങുന്നതും അതുപോലെ തന്നെ എന്താ പറയുക 10 രൂപയുടെ ഷെയർ ഒരു എത്രയാണ് കറക്റ്റായിട്ട് അതിനൊരു ഈക്വലായിട്ട് വാങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു പെർസെൻറ്റേജ് കൂടുതലാണ് പിന്നെ നമ്മുടെ പെന്നി സ്റ്റോക്സിൽ ഉണ്ടാവേണ്ടത് എങ്കിൽ റൈറ്റ് സൈഡിലുള്ളതിൽ ചെറിയൊരു പേഴ്സൻറ്റേജ്, അതായത് നല്ല ഗ്രോത്ത് ഉള്ള കമ്പനീസിന് എന്താ പറയുക അതിൻ്റെ ഷെയർ പ്രൈസ് കൂടുതലാണെങ്കിലും ചെറിയൊരു പേഴ്സൻറ്റേജ് കൂടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഈ പെന്നി സ്റ്റോക്സിൻ്റെ അതേ ഈക്വലായിട്ടുള്ള റിട്ടേൺസ് കിട്ടുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡെഫിനിഷനിലേക്ക് കടക്കാം. ഓക്കെ, ഡെഫിനിഷൻ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കോൺസെപ്റ്റ് വച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങളിത് വായിച്ച് നോക്കാം. പെന്നി സ്റ്റോക്സ് ഇൻ ഇന്ത്യ റെഫേഴ്സ് ടു ഷെയർസ് ഓഫ് സ്മോൾ കമ്പനീസ് ദാറ്റ് ടിപ്പിക്കലി ട്രേഡ് അറ്റ് വെരി ലോ പ്രൈസ് ഓഫൺ ബിലോ 10 പെർ ഷെയർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടി കമ്പനിയുടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ദീസ് സ്റ്റോക്സ് ആർ യൂഷ്വലി ലിസ്റ്റഡ് ഓൺ സ്മോളർ എക്സ്ചേഞ്ച് ലൈക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ NSEയിൽ കാര്യമായ രീതിയിൽ ഈ പെന്നി സ്റ്റോക്സ് യാതൊരു കാരണവശാലും ലിസ്റ്റ് ചെയ്യില്ല. BSEയിലാണ് ലിസ്റ്റ് ചെയ്യാറ്. ഓക്കെ, ഓർ ട്രേഡഡ് ഓർ ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ ലിസ്റ്റഡ് ചെയ്യാത്ത രീതിയിലും ഇത് ആൾക്കാരുടെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സ്റ്റോക്സും ഉണ്ട്. ഓക്കെ, പെന്നി സ്റ്റോക്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദർ ലോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആൻഡ് ലിമിറ്റഡ് ലിക്വിഡിറ്റി. ദേ ആർ ഹൈലി സ്പെക്കുലേറ്റീവ് ആൻഡ് വോളറ്റൈൽ ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് എന്ന് പറയുന്നത് പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഫൺ സബ്ജക്റ്റ് ടു സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് സ്വിങ്സ് ആൻഡ് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ മേക്കിംഗ് ദം എ ഹൈ റിസ്ക് ചോയ്സ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അതായത് അതിൻ്റെ ഇൻഫർമേഷൻസ് കാര്യമായ രീതിയിൽ നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ട് കിട്ടില്ല ഇതിൻ്റെ ഇൻഫർമേഷൻസ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, നിങ്ങളൊരു പുതിയ ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആണ് എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉറപ്പ് നൽകുന്നു. ഓക്കെ, നിങ്ങൾ ഈ ടൈമോ നിങ്ങളുടെ സമയവും യാതൊരു കാരണവശാലും നഷ്ടപ്പെടില്ല. ഓക്കെ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ പെന്നി സ്റ്റോക്സ് എന്ന് പറയുന്നതിൻ്റെ വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് നോക്കുക. ലോ പ്രൈസ് സ്റ്റോക്സ് യൂഷ്വലി ബിലോ ₹10 പെർ ഷെയർ. ഓക്കെ, ഓഫൺ സ്മോൾ ക്യാപ് കമ്പനീസ്, അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സ്മോൾ ക്യാപിറ്റലൈസേഷൻ കമ്പനി ആയിരിക്കും, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളരെ ലോ ആയിരിക്കും. ഇനി ട്രേഡഡ് ഓൺ എക്സ്ചേഞ്ചസ് ലൈക്ക് BSE ആൻഡ് NSE, ബട്ട് NSEയിലേക്കാട്ടും കൂടുതൽ BSEയിലാണ് ഈ ഒരു സ്റ്റോക്സ് കണ്ടുവരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വോഡാഫോൺ ഐഡിയയുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നിങ്ങളൊരു വോഡാഫോൺ ഐഡിയയുടെ സ്റ്റോക്ക് അല്ല എന്ന് കരുതിയിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. വേറെയും കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കാണുന്നുണ്ടോ?
16.34 അല്ലെങ്കിൽ 17.34 വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോ പ്രൈസിലാണ് നമ്മുടെ വോഡാഫോൺ ഐഡിയ ഒക്കെ ഷെയർ ചെയ്യുന്നത്. പെന്നി സ്റ്റോക്സും ഇത്തരത്തിൽ ഈ ഒരു രീതിക്കൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പോകുന്നുണ്ടാവുക. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെന്നി സ്റ്റോക്സ്. ഒരു പെന്നി സ്റ്റോക്സ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെന്നി സ്റ്റോക്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സവിശേഷതകളാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈ വോളറ്റിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ലാർജ് ഗെയിൻസ്. അതായത് നമ്മളിപ്പം ഒരു 5 റുപ്പീസിൻ്റെ ഒരു പെന്നി സ്റ്റോക്സ് നമ്മളൊരു എക്സാമ്പിൾ എടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രൈസിലുള്ളൊരു പണ്ട് മോർപ്പൻ ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് പണ്ട് ഒരു 10 രൂപയാണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ആ 10 രൂപയിൽ നമ്മൾ ഒരാഴ്ച കഴിയുമ്പം ചിലപ്പം അതിൻ്റെ സ്റ്റോക്സിൻ്റെ വില 70 80 പോയേക്കാം. ഓക്കെ, പിന്നീട് നെക്സ്റ്റ് മന്ത് അത് വീണ്ടും താഴോട്ടേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു വോളറ്റിലിറ്റീൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കാരണം 10 രൂപയുടെ സാധനം 70 രൂപയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 700 മടങ്ങ് റിട്ടേൺസ് അവിടെ പോയി. നെക്സ്റ്റ് മന്തിൽ അത് നേരെ 700 മടങ്ങിന് താഴെ വന്നു. ഓക്കെ, അത്രയും വോളറ്റൈൽ ആയിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത്. സോ അവിടെ നിങ്ങൾക്ക് ലാർജ് ഗെയിൻസും അതുപോലെ തന്നെ ലാർജ് ലോസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ലോ ലിക്വിഡിറ്റി ആൻഡ് ഹയർ റിസ്ക്. അതായത് ലോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ പെന്നി സ്റ്റോക്സിൻ്റെ പൊതുവെ ആളുകൾ എന്താ പറയുക, ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യില്ല, ഒരു സിഗ്നിഫിക്കൻറ്റ് മെജോറിറ്റീസ് മാത്രമേ ഇത് ട്രേഡ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഇതിന് ലിക്വിഡിറ്റി കുറവായിരിക്കും. ഓക്കെ, നമ്മളിപ്പം ഒരു മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്സ് നന്നായി അടിച്ച് കയറുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരുപാട് സ്റ്റോക്സ് നമ്മുടെ വലിയ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ കയറി എന്ന് കരുതുക. ബട്ട് നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ എത്തിയെന്ന് തോന്നിയിട്ട് നമ്മൾ അതിനെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ കൃത്യമായിട്ട് ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനെ സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ അതിനെ പിന്നീട് പിറ്റേ ദിവസം അത് ലോവർ സർക്യൂട്ട് അടിച്ചുകൊണ്ട് താഴെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്താ പറയുക, ലോവർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് സെല്ല് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് താഴോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നോഷണൽ ഗെയിൻ മാത്രം കണ്ടിരിക്കാനേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലിമിറ്റഡ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷനാണ് ഇതിന് ഉള്ളത്. കാരണം ഒരുപാട് പേര് ഇതിൽ ട്രേഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയ എന്താ പറയുക ആർട്ടിക്കിൾസ് ജനറേറ്റ് ചെയ്യുന്ന ബ്ലോഗ്സും കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള കമ്പനീസിനെ കൂടുതലായിട്ടും പഠിക്കാൻ ശ്രമിക്കില്ല എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, നമ്മളെ ലിസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ അത്രയും ഇൻഫർമേഷൻസ് അവർ തേടി പോകില്ല. കാരണം യൂഷ്വലി ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മണി കൺട്രോൾ പോലെയുള്ള സൈറ്റ്സുകളൊന്നും ഇതിനെ ഡീപ്പായിട്ട് പഠിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളൊന്നും ഇതിനെ കാര്യമായ രീതിയിൽ ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് വൈ ട്രേഡിംഗ് ഇൻ പെന്നി സ്റ്റോക്സ് ഇൻ ഇന്ത്യ. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു പെന്നി സ്റ്റോക്സ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ടുള്ളത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വൈ യു ഷുഡ് കൺസിഡർ ട്രേഡിംഗ് പെന്നി സ്റ്റോക്സ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ റിവാർഡ് തന്നെയാണ്. പൊട്ടൻഷ്യൽ ഫോർ ഹൈ റിട്ടേൺസ് ഡ്യൂ ടു ദർ വൊളാറ്റിലിറ്റി ആൻഡ് ലോ എൻട്രി കോസ്റ്റ്. ഏറ്റവും ചെറിയ പ്രൈസിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് അതിൽ കയറണമെങ്കിൽ ഒരു വലിയൊരു ക്യാപിറ്റലിൻ്റെ ഭാഗം കൊടുത്താലേ നമുക്ക് കയറാൻ പറ്റൂ. അഫോർഡബിൾ ഫോർ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ലോ എൻട്രി ബാരിയർ ആണ്. ബിക്കോസ് അതിന് ചെറിയൊരു ക്യാപിറ്റൽ മതി, നമുക്ക് കൂടുതലായിട്ട് ഷെയർസ് വാങ്ങാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിസ് മേക്സ് ദം ആക്സസിബിൾ ടു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഹൂ മേ നോട്ട് ഹാവ് എ ലോട്ട് ഓഫ് ക്യാപിറ്റൽ. ആ കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ ക്യാപിറ്റൽ കൊണ്ട് എൻ്റർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റെഡിലി അവൈലബിൾ ഓൺ മേജർ ഇന്ത്യൻ എക്സ്ചേഞ്ചസ്. അത് BSEയിൽ നന്നായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും പറ്റും എന്നതാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊവൈഡിങ് ഈസി ആക്സസ് ഫോർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് UPI വഴി നമുക്ക് പൈസ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഈ പെന്നി സ്റ്റോക്സ് വാങ്ങാം വിത്ത് ലോ കോസ്റ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്രോക്കറേജിൻ്റെ അക്കൗണ്ട് വേണം. അക്കൗണ്ട് ഇതുവരെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 0 ബ്രോക്കറേജ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ 1 രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, however it's important to remember that while the potential for higher returns exists, so does the risk. അതുകൊണ്ട് ഹൈ റിസ്ക് കിട്ടുമെന്നുള്ള ഒരു മിത്ത് കാരണം ഇവർ ഈ ഒരു സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
പ്രേരിതമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ് ഷോയിങ് പൊട്ടൻഷ്യൽ റിട്ടേൺ ഓഫ് എ പെന്നി സ്റ്റോക്സ്. നമ്മൾ ഒരു പെന്നി സ്റ്റോക്സിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ആഷ്നിഷ ഇൻഡസ്ട്രീസ് ഷെയർ പ്രൈസ് ആണ് 1 ഇയർ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ കൊറോണയുടെ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാ നമ്മുടെ സ്റ്റോക്സും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അപ്പൂവ്മെന്റിലേക്ക് പോകുന്ന ഒരു സമയത്ത് 2022 ഇതിന്റെ പ്രൈസ് വളരെ ലോ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് 2022 മാർച്ചിൽ വളരെ ലോയിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് ജൂലൈ 2022 ആകുമ്പോഴും ആ ഒരു സ്റ്റേജിൽ തന്നെ നിന്നു. ബട്ട് നവംബർ ആകുമ്പോഴേക്കും നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 100 മടങ്ങ് 200 മടങ്ങ് റിട്ടേൺസ് കണ്ടു. മാർച്ച് 23 ആകുമ്പോഴേക്കും അത് 800 മടങ്ങ് റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് നിങ്ങൾ ഇപ്പോൾ എടുത്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോൾ കറന്റ് വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വളരെ ലോ പ്രൈസിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചാർട്ട് വ്യക്തമായിട്ട് ഇതിൽ കാണാൻ പറ്റില്ല, കാരണം അത്രയും പോയിന്റ്സ് ആയിട്ടാണ് ഇത് നീങ്ങുന്നത്. ഒരു പോയിന്റ് ഇപ്പോൾ താഴെയാണെങ്കിൽ ഒരു പോയിന്റ് അടിച്ച് മുകളിൽ കയറും പിറ്റേ ദിവസം, പിന്നീട് പിറ്റേ ദിവസം അടിച്ച് താഴെ വരും. നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗ്രാഫ് പോലും ഇതിൽ കാണാൻ പറ്റുന്നില്ല. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ലിക്വിഡിറ്റി വളരെ കുറവാണ് എന്നാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു പെന്നി സ്റ്റോക്ക് ഇൻവെസ്റ്റർ ആണ് നിങ്ങൾ നിലവിലെങ്കിൽ, നിങ്ങൾ വളരെയധികം വളരെ അധികം പെന്നി സ്റ്റോക്സിൽ ആകർഷിതമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങളിത് ശക്തമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ സിഗ്നിഫിക്കൻറ്റ് ക്യാപിറ്റലിൽ നിങ്ങൾ ഭൂരിഭാഗം പെന്നി സ്റ്റോക്സിലാണ് ചിലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയൊരു മണ്ടത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പെന്നി സ്റ്റോക്സ്. ട്രേഡിംഗ് പെന്നി സ്റ്റോക്സ് ഈസ് നോട്ട് വിതൗട്ട് റിസ്ക്. റിസ്ക് ഇല്ലാതെ, ഹെവി റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. വൺ മേജർ റിസ്ക് ഈസ് മാർക്കറ്റ് മാനിപ്പുലേഷൻ. മാർക്കറ്റിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ ഹെവി പ്ലെയേഴ്സിന് വളരെ ശക്തം അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ, കൃത്രിമത്വം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ വേഗം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെന്നി സ്റ്റോക്സിലൂടെ അവർക്ക് മാർക്കറ്റിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്സിനെ പമ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്കും പമ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ നിന്ന് ഔട്ട് ചെയ്തുകൊണ്ട് ഡംപ് ചെയ്യാനും വളരെ വേഗം എന്താ പറയുക ഹെവി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മണിയുള്ള ആളുകൾക്ക് FIAസിനും DISസിനും ഒക്കെ സാധിക്കും. ഓക്കെ, ദ പ്രൈസ് ഓഫ് ദി സ്റ്റോക്സ് ക്യാൻ ബി ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റഡ് ത്രൂ പമ്പ് ആൻഡ് ഡംപ് സ്കീംസ്. അനദർ റിസ്ക് ഈസ് ദ ലോ അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. നമുക്കിതിൻ്റെ ഇൻഫർമേഷൻസ് വളരെ കുറവായിരിക്കും. നമുക്ക് അതിൻ്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളും ദീർഘമായിട്ട് ശക്തമായിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം ആസ് ദീസ് കമ്പനീസ് മെ നോട്ട് ബി റിക്വയർഡ് ടു പ്രൊവൈഡ് ദ സെയിം ലെവൽ ഓഫ് ഫൈനാൻഷ്യൽ ഡിസ്ക്ലോസർ ആസ് ലാർജ് കമ്പനീസ്. അതായത് ലാർജ് കമ്പനീസിൻ്റെ അത്ര തന്നെ ഫൈനാൻഷ്യൽ ഡിസ്ക്ലോഷർ നമുക്ക് ഈ കമ്പനിയിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദിസ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, ഈ ഒരു സുതാര്യതയിലുള്ള ഒരു എന്താ പറയുക കുറവ് ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡർ ടു മേക്ക് ഇൻഫോംഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമുക്കൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഈ പർട്ടിക്കുലർ പെന്നി സ്റ്റോക്ക് കമ്പനിയിൽ നമുക്ക് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റ്ലി അവസാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈ വോളറ്റിലിറ്റി ഓഫ് പെന്നി സ്റ്റോക്സ് ക്യാൻ ലീഡ് ടു സബ്സ്റ്റാൻഷ്യൽ പ്രൈസ് സ്വിങ്സ്. ഹൈ വോളറ്റിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രൈസ് സ്വിങ്സ് മുകളിലും താഴെയും നമുക്ക് ഈ ഒരു കാര്യത്തിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒന്നും കൃത്യമായിട്ട് ഇട്ടില്ല എങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ 50 to 60% വൈപ്പ് ഔട്ട് 2-3 ദിവസങ്ങളിൽ കൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ലോസസ് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയില്ല എങ്കിൽ നിങ്ങളുടെ ലോസ് വളരെ ശക്തമായിട്ട് ഉയരും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഹൗ ടു ഐഡൻറ്റിഫൈ പ്രോമിസിങ് പെന്നി സ്റ്റോക്സ്. എങ്ങനെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ശക്തനായിട്ടുള്ള ഒരു പെന്നി സ്റ്റോക്സ് കണ്ടുപിടിക്കാമെന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങളിത് ശക്തമായിട്ട് പഠിച്ചിരിക്കണം. ഒരു പെന്നി സ്റ്റോക്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു ബിലീഫ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മാർക്കറ്റിൽ കുറച്ച് ന്യൂസ് കണ്ടു, അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും ഈ സ്റ്റോക്ക് വാങ്ങും ആ സ്റ്റോക്ക് വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് 5 രൂപയിലുള്ള സ്റ്റോക്ക് നെക്സ്റ്റ് 10,000 മടങ്ങ് റിട്ടേൺസ് നമുക്ക് കണ്ടിട്ടുള്ള തമ്പനെയിൽ കണ്ടിട്ട് നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം വളരെ ശക്തമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തന്നെ റിസർച്ച് ദ കമ്പനി, ചെക്ക് ഫൈനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ബിസിനസ് മോഡൽ. അതായത് ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോകത്തിലെ പ്രമുഖനായിട്ടുള്ള ഇൻവെസ്റ്റർ വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളത് നെവർ ഇൻവെസ്റ്റ് യുവർ മണി സംതിങ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത, അതായത് ഒരു കമ്പനിയുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ ആ കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ പണം അവിടെ മുടക്കരുതെന്നാണ് പ്രമുഖനായിട്ടുള്ള ലോകത്തിലെ തന്നെ എന്താ പറയുക ഇൻവെസ്റ്റിങ്ങിൻ്റെ അഗ്രകണ്ണിൽ നിന്ന് ലോകം തന്നെ വിളിക്കപ്പെടുന്ന വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടു ഐഡൻറ്റിഫൈങ് പ്രോമിസിങ് പെന്നി സ്റ്റോക്സ് സ്റ്റാർട്ട് ബൈ റിസർച്ചിങ് ദ കമ്പനി തറോലി. വളരെ ശക്തമായിട്ട് നിങ്ങൾ കമ്പനീനെ പഠിക്കണം. അതിൻ്റെ ക്യാഷ് ഫ്ലോ ജനറേഷൻ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കണം. അതിന് പ്രീവിയസ്ലി 5 വർഷം അത് എന്താ പറയുക പ്രോഫിറ്റ്സ് റവന്യൂ പോസിറ്റീവ് ആണോ നോക്കണം, പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം, ക്യാഷ് ഫ്ലോസ് ഉണ്ടോ നോക്കണം, അതിൻ്റെ PE റേഷ്യോ നോക്കണം,
PB റേഷ്യോ നോക്കണം, ഡെബ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കണം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല കോൺസ്റ്റന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മാനേജ്മെന്റിന്റെ കാര്യം കൂടി നോക്കണം. ഒരു മാനേജ്മെന്റ് നല്ലതല്ല എങ്കിൽ ഒരു കമ്പനിയിൽ യാതൊരു കാരണവശാലും നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിങ്സും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൊമോട്ടേഴ്സ് നല്ല ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രൊമോട്ടേഴ്സിനെ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് ദീർഘമായി പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ലുക്കിംഗ് ഇൻ ടു ദർ ഫൈനാൻഷ്യൽ ഹെൽത്ത്, ബിസിനസ് മോഡൽ ആൻഡ് റീസെന്റ് ന്യൂസ് ഓർ ഡെവലപ്മെന്റ്. അതിൻ്റെ റീസെൻ്റ് ആയിട്ട് ഇക്കഴിഞ്ഞ ന്യൂസുകളൊക്കെ, അതായത് ലാസ്റ്റ്ലി വന്ന ന്യൂസുകൾ, അതുപോലെ തന്നെ കമ്പനിക്ക് ഉണ്ടായ റീസെന്റ് ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചും വ്യക്തമായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ വോളിയം ആൻഡ് ലിക്വിഡിറ്റി ടു എൻഷുർ ദർ ഈസ് ഇനഫ് ട്രേഡിംഗ് ആക്ടിവിറ്റി ടു ഈസിലി എൻ്റർ ഓർ എക്സിറ്റ് പൊസിഷൻ. അതായത് വോളിയം ഉണ്ടോ എന്ന് നോക്കണം, ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം Nifty 50 സ്റ്റോക്സ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആയിരിക്കും. അതായത് ഓക്കെ, അപ്പം നമുക്ക് ഏത് സമയം വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ പെന്നി സ്റ്റോക്സിന് ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ, ലിക്വിഡിറ്റി സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ F&O ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. ഓക്കെ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി, ഡെറിവേറ്റീവ് സെഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഫൈനലി, അനലൈസ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ യൂസിങ് ടെക്നിക്കൽ അനാലിസിസ് ടൂൾ ടു സ്പോട്ട് പൊട്ടൻഷ്യൽ ബൈ ഓർ സെൽ സിഗ്നൽസ്. ഇക്കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസും കൂടി വളരെ ശക്തമായി നോക്കിയിട്ട് വേണം. പ്രൈസ് ആക്ഷൻ ബ്രേക്ക്ഔട്ട് ഒക്കെ സ്ട്രോങ് ആണോ, അതായത് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൾട്ടി മന്ത് ബ്രേക്ക്ഔട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിമെമ്പർ ഡ്യൂ ഡിലിജൻസ് ഈസ് ക്രൂഷ്യൽ വെൻ ഡീലിംഗ് വിത്ത് പെന്നി സ്റ്റോക്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എസെൻഷ്യൽ ടൂൾസ് ഫോർ ട്രേഡിംഗ് പെന്നി സ്റ്റോക്സ്. എസെൻഷ്യൽ ടൂൾസ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു ലോട്ടറി ബെറ്റ് ചെയ്യുന്ന പോലെ മാത്രമേ ഈ പെന്നി സ്റ്റോക്സിനെ കാണേണ്ടുള്ളൂ. ഓക്കെ, സ്റ്റോക്ക് സ്ക്രീനേഴ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് സ്ക്രീനേഴ്സ് നിങ്ങൾ നോക്കുക, ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ പെന്നി സ്റ്റോക്സ്. അതായത് നമ്മളിപ്പം മണി കൺട്രോളിൽ തന്നെ പല പെന്നി സ്റ്റോക്സിൻ്റെയും ഇൻഫർമേഷൻസ് അതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതുപോലെയുള്ള സൈറ്റ്സുകൾ അല്ലെങ്കിൽ സ്ക്രീനേഴ്സ് പോലെയുള്ള സൈറ്റ്സുകളിലൊക്കെ നിങ്ങൾ മാക്സിമം ഇൻഫർമേഷൻ പെന്നി സ്റ്റോക്സിനെ പറ്റിയിട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഓക്കെ, ടെക്നിക്കൽ അനാലിസിസ് നോക്കാം, ബട്ട് നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസിനെക്കാട്ടും കൂടുതൽ ഒരു 70 to 80% മേൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഫൈനാൻഷ്യൽ ന്യൂസ് ആൻഡ് റിപ്പോർട്ട്സ്, അതും നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കമ്പനീനെ പറ്റിയിട്ട് പഠിക്കണം. ഓക്കെ, ഒരു കാരണവശാൽ നിങ്ങൾ പണ്ട് പഠിച്ചു നല്ല കമ്പനിയാണ് എന്ന് കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പാടെ മറക്കരുത്. കമ്പനീനെ കോൺസ്റ്റൻ്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, പ്രത്യേകിച്ചും ഇതേപോലെയുള്ള പെന്നി സ്റ്റോക്സിൻ്റെ ആയിട്ടുള്ള കാര്യത്തിൽ. നെക്സ്റ്റ് സ്ലൈഡ്സിലാണ് നമ്മൾ ഇപ്പം ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള കുറച്ച് പെന്നി സ്റ്റോക്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. NSEയിലും അതുപോലെ തന്നെ BSEയിലും ലിസ്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് എക്സാമ്പിൾ ഓഫ് പോപ്പുലർ പെന്നി സ്റ്റോക്സ് വികാസ് പ്രൊപ്പൻ ആൻഡ് ഗ്രനൈറ്റ്. വികാസ് പ്രൊപ്പൻ ആൻഡ് ഗ്രനൈറ്റ് എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പെന്നി സ്റ്റോക്സ് ആയിരുന്നു. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു പെന്നി സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് കറൻ്റ്ലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7,500 crore സംതിങ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനുണ്ട്. സോ അത് ഒരു പെന്നി സ്റ്റോക്സ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. യെസ് ബാങ്കിൻ്റെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറച്ച് ഹൈ ആണ്, 70,000 crore ഉണ്ട്. ബട്ട് അതിൻ്റെ സ്റ്റോക്സ് പ്രൈസ് വളരെ കുറവാണ്. സോ നിങ്ങൾ യെസ് ബാങ്കിന് ഈ കാറ്റഗറിയിൽ എടുക്കണ്ട. സുസ്ലോൺ എനർജി എന്ന് പറയുന്നത് ഒരു റീസെൻ്റ് ആയിട്ട് ഒരു വർഷം മുമ്പൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ലോ പ്രൈസിലാണ് ഉണ്ടായിരുന്നത്. 22 സംതിങ് ആയിരുന്നു, ഇപ്പോൾ അത് 40 or 48 സംതിങ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുസ്ലോൺ എനർജി അതിൻ്റെ ഒരു ഗ്രോത്ത് ട്രജക്ടറി കുറച്ചുകൂടി സ്ട്രോങ് ആയി വരുന്നുണ്ട്. സോളാർ എനർജി, വിൻഡ് എനർജിയിലൊക്കെ അത് കാര്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഓൾവേസ് ഡു യുവർ ഓൺ റിസർച്ച് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ പണമാണ്, നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണിയാണ്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊരാളുടെ റെക്കമെൻഡേഷനിലോ ടിപ്സിലോ നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ കൃത്യമായ നോളജ് അയാൾക്കുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ സുസ്ലോൺ എനർജിയുടെയും അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെയും വോഡാഫോൺ ഐഡിയൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ജസ്റ്റ് നമ്മളൊരു ലോഗോ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സുസ്ലോൺ എനർജിയുടെ അതിൻ്റെ ഒരു വെബ്സൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്.
വളരെ ശക്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് കമ്പനിക്കുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് ബിൽഡിംഗ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, നല്ലൊരു ഭാവി കാണുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഇത് എഴുതിയത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സുസ്ലോൺ ഈസ് ഇന്ത്യാസ് ലീഡിംഗ് റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ഓഫറിംഗ് എ 360-degree ടോട്ടൽ സൊല്യൂഷൻ പാക്കേജ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ദറ്റ് കവേഴ്സ് ദ എൻറ്റയർ സ്പെക്ട്രം ഓഫ് വിൻഡ് എനർജി പ്രോജക്ട് ഫോർ മോർ 2 decades. 20 വർഷത്തിൽ പരമായിട്ട് ഇന്ത്യയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൻഡ് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു കമ്പനിയാണ് അല്ലേ സുസ്ലോൺ. ലീഡിംഗ് റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ്. ഓക്കെ, നോൺ റിന്യൂവബിൾ എനർജീസിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് റിന്യൂവബിൾ എനർജിയിലേക്ക് നീങ്ങുന്ന ഈ ഒരു സമയത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെന്നി സ്റ്റോക്സ് എന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബട്ട് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഡ്യൂ ഡിലിജൻസ് ഈ കമ്പനിയിൽ ശക്തമായിട്ട് നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമ്പനീൻ്റെ ഫണ്ടമെൻ്റൽസ് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വിൻഡ് എനർജി ഉണ്ട്, അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് സർവീസ് എന്ന് പറയുന്നുണ്ട്, ഗ്ലോബൽ എക്സ്പെർട്ടൈസ് പറയുന്നുണ്ട്. 17+ കൺട്രീസിലൊക്കെ ഇതിന് എന്താ പറയുക ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഫോർ പെന്നി സ്റ്റോക്സ്. എന്ത് തന്നെയായാലും നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്കാൽപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്, പൊസിഷൻസ് ട്രേഡിംഗ് ഉണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് ട്രേഡ്സ് ടു പ്രോഫിറ്റ് ഫ്രം സ്മോൾ പ്രൈസ് മൂവ്മെൻറ്റ്. ചെറിയൊരു പ്രൈസ് മൂവ്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വെൽത്ത് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മണി ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിന് എക്സിറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൽ ഒന്നോ അല്ലെങ്കിൽ ഒരു വീക്കോ ഒക്കെ ഹോൾഡ് ചെയ്ത്, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു വീക്കോ 2 വീക്കോ ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. പ്രോഫിറ്റ് ഓർ ലോസ് മേക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയല്ല, ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അപ്രോച്ച്. ലോങ് ടേം അപ്രോച്ച് ബേസ്ഡ് ഓൺ കമ്പനീസ് ഫണ്ടമെന്റൽസ്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് ദീർഘകാല നിക്ഷേപം നടത്തുന്ന രീതിയാണ് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ് പറയുന്നത്. കുറച്ച് റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ യൂഷ്വലി സ്കാൽപ്പിങ്ങിൻ്റെ കേസ് ആയാലും അതുപോലെ തന്നെ പൊസിഷണൽ ട്രേഡിംഗ് നമ്മൾ വരില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക കോൺസ്റ്റൻ്റ് ആയിട്ട്. നിങ്ങളതിൻ്റെ ഡെയിലി ഫ്ലക്ച്വേഷൻസ്, മന്ത്ലി ഫ്ലക്ച്വേഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ലോങ് ടേമിൽ ആ കമ്പനി നല്ല ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്ത് തരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ അതിനെ റീസെൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിലും ഇൻട്രാഡേ ട്രേഡിങ്ങിലും അതുപോലെ തന്നെ സ്കാൽപ്പിങ്ങിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണം. പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ലാർജ് ലോസ്, വലിയ ലോസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്യാപിൻ്റെ ഒരു എന്താ പറയുക ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ ട്രേഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ലോ പോർഷൻ മാത്രം ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ ഓൾറെഡി പൊസിഷൻ സൈസിങ്ങിനെ പറ്റിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ശക്തമായിട്ടുള്ള ഒരു ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഡോണ്ട് പുട്ട് ഓൾ യുവർ മണി ഇൻ വൺ സ്റ്റോക്ക്, അല്ലെങ്കിൽ ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എല്ലാം കൂടി ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ നിക്ഷേപിക്കരുത്. ഈവൻ നിങ്ങൾ പെന്നി സ്റ്റോക്സിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കൂടി അതിനെയും ഡിഫറൻറ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറൻറ്റ് സെക്ടേഴ്സായി തിരിച്ചുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലിമിറ്റ് എക്സ്പോഷർ. ഒൺലി ഇൻവെസ്റ്റ് എ സ്മോൾ പോർഷൻ ഓഫ് യുവർ പോർട്ട്ഫോളിയോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും പറയുകയാണ്, ലിമിറ്റ് എക്സ്പോഷർ. ഒൺലി ഇൻവെസ്റ്റ് എ സ്മോൾ പോർഷൻ ഓഫ് യുവർ പോർട്ട്ഫോളിയോ. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ചെറിയൊരു പോർഷൻ മാത്രം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹൈലി റിസ്ക് ആണ്. സോ നിങ്ങളുടെ ക്യാപിറ്റൽ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. അതായത് കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പെന്നി സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓവർ ട്രേഡിങ് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഫ്രീക്വൻറ്റ് ട്രേഡിംഗ് ക്യാൻ ലീഡ് ടു ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ്. When trading penny stocks, avoid common mistakes such as overtrading, which can lead to high transaction cost and emotional stress. High transactional cost മാത്രമല്ല ഉണ്ടാകുക, നിങ്ങളുടെ ഇമോഷണൽ തന്നെ അത് ബാധിക്കും. നിങ്ങൾ വീണ്ടും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം അത് ഓവർ ട്രേഡിങ് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. നിങ്ങളിപ്പോൾ ലോസ് ആണ് ഉണ്ടാക്കിയതെങ്കിൽ വീണ്ടും അത് ചെയ്താൽ നിങ്ങൾ
എന്താ പറയുക, നിങ്ങൾക്ക് കൂടുതലായിട്ട് നഷ്ടങ്ങൾ വരികയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഗ്രീഡിൻ്റെ ബേസിൽ വീണ്ടും അത് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാലും അവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയ പ്രോഫിറ്റും പോകും, വീണ്ടും നഷ്ടം വരും. ഓക്കെ, ഗ്രീഡിനെ പറ്റിയിട്ട് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇഗ്നോറിങ് റിസ്ക് മാനേജ്മെൻറ്റ് സച്ച് ആസ് നോട്ട് സെറ്റിംഗ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് വെക്കാതെ നിങ്ങൾ യാതൊരു കാരണവശാലും പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നെക്സ്റ്റ് ക്യാൻ റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ലോസ്. ഫോളോയിങ് ദ ഹൈപ്പ് ഓർ മാർക്കറ്റ് റൂമേഴ്സ് without conducting your own research can lead to a poor investment decision. ഞാൻ പറഞ്ഞല്ലോ, പല യൂട്യൂബേഴ്സും അവർക്ക് വാച്ച് ടൈമും മറ്റു കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിച്ച് 5 റുപ്പീ to 500 എന്നൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. ബട്ട് ജസ്റ്റ് ഫോർ അവർക്ക് ആ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ കാര്യമായ രീതിയിൽ ആ സ്റ്റോക്കിനെ പറ്റി പഠിച്ചുകൊണ്ട് മാത്രം ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്റ്റേയിങ് ഡിസിപ്ലിൻ ആൻഡ് സ്റ്റിക്കിംഗ് ടു യുവർ ട്രേഡിംഗ് plan is crucial for long-term success. Okay, next ടിപ്സ് ഫോർ സക്സസ്ഫുൾ പെന്നി സ്റ്റോക്ക് ട്രേഡിംഗ്. കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾ മനസ്സിൽ ശക്തമായിട്ട് വെക്കണം. ഒന്ന്, സ്റ്റേ ഇൻഫോംഡ് ആണ്, പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ് ആണ്, പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ ആണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ടു ട്രേഡ് പെന്നി സ്റ്റോക്ക് സക്സസ്ഫുള്ളി. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക പെന്നി സ്റ്റോക്ക് ട്രേഡർ ആകണമെങ്കിൽ അല്ലെങ്കിൽ പെന്നി സ്റ്റോക്ക് ഇൻവെസ്റ്റർ ആകണമെങ്കിൽ സ്റ്റേ ഇൻഫോംഡ് ബൈ ഫോളോയിങ് ഫൈനാൻഷ്യൽ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്. പ്രത്യേകിച്ചും പെന്നി സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശക്തമായിട്ട് എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, കണ്ടിന്യൂസ് ലേണിംഗ് ഈസ് എസെൻഷ്യൽ. സ്റ്റോക്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് ഡെയിലി തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, കീപ്പ് ഇംപ്രൂവിങ് യുവർ സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ്. നിങ്ങളുടെ സ്ട്രാറ്റജിക്കോ ടെക്നിക്സിനോ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, പ്രാക്ടീസ് പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ ബൈ സ്റ്റിക്കിംഗ് ടു യുവർ ട്രേഡിംഗ് പ്ലാൻ. അതായത് നിങ്ങൾ പേഷ്യൻസ്, അതായത് ക്ഷമയുണ്ടായിരിക്കണം, അതുപോലെ തന്നെ അച്ചടക്കം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രേഡിംഗ് പ്ലാൻ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഇല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഒരു കാരണവശാലും ദീർഘകാലം സ്റ്റേ ചെയ്യില്ല. ട്രേഡിംഗ് പ്ലാനിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ആൻഡ് നോട്ട് മേക്കിംഗ് ഇമ്പൾസീവ് ഡിസിഷൻ. ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, these tips can help you navigate the volatile world of penny stocks and increase your chances of success. ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ എന്താ പറയുക ഫോളോ ചെയ്താൽ കൂടി 100% സക്സസ് ആവുമെന്ന് നമ്മൾ എവിടെയും ഒപ്പിട്ട് പറയുന്നില്ല. ബട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത ശക്തമായിട്ട് കൂടുമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ഫൈനലി കൺക്ലൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എനിക്കറിയാം വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ടെന്ന്, ബട്ട് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക നോളജ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കീനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു വലിയൊരു കൺഗ്രാറ്റുലേഷൻ ഞാൻ പറയുന്നു. ഓക്കെ, ട്രേഡിംഗ് പെന്നി സ്റ്റോക്സ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് ക്യാൻ ബി ഹൈലി റിവാർഡിംഗ് ബട്ട് കംസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. ഹൈലി റിവാർഡിംഗ് ആണ്, അതുപോലെ തന്നെ ഹൈലി ആയിട്ടുള്ളൊരു റിസ്ക്കും ഇതിനുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾ ബൈ യൂസിങ് ദ റൈറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് മാനേജിങ് യുവർ റിസ്ക്. നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി അതുപോലെ തന്നെ റിസ്ക് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. യു ക്യാൻ നാവിഗേറ്റ് ദിസ് വോളറ്റൈൽ മാർക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കണ്ടൻസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ മാർക്കറ്റിൻ്റെ നോളജ്, ഇൻസൈറ്റ്സ്, പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ പർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്ക് നോളജ് ഗെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂട്ടാനും പറ്റും. ഓക്കെ, ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലീവ് എ കമൻറ്റ് വിത്ത് യുവർ തോട്ട്സ് ഓർ ക്വസ്റ്റ്യൻ അബൌട്ട് പെന്നി സ്റ്റോക്സ് ട്രേഡിംഗ്. പെന്നി സ്റ്റോക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും, അതായത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്ത് തന്നെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് പെന്നി സ്റ്റോക്സിനെ പറ്റിയിട്ടല്ല മാർക്കറ്റിനെ പറ്റിയിട്ട് മറ്റ് പല സംശയങ്ങൾ ഏത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.